റിനി, ഇപ്പോൾ മൂന്നാമത്തെ പരാതി എന്ന് പറയുമ്പോൾ പോലീസിലെത്തുന്ന മൂന്നാമത്തെ പരാതി. ഇനിയും ഇരകളുണ്ടാകാം. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതിലും കൂടുതലുണ്ട് എന്നുള്ളതാണ്. പലരും പുറത്തേക്ക് പറയാൻ ധൈര്യപ്പെടാത്ത സാഹചര്യം നിലനിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തുറന്നു പറയുന്നവർ, ഇപ്പോൾ ഷഹനാസ് പറഞ്ഞ പോലെ തുറന്നു പറയുന്നവർ കൂടുതലായി വരുന്നുണ്ട്. മുഖം തന്നെ കാണിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇനിയും പരാതികൾ വരാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ പുറത്തേക്ക് വരണമെങ്കിൽ തന്നെ നിയമപരമായി കോടതി നിയമ സംവിധാനങ്ങളടക്കം ഈ പറയുന്ന ഇരകൾക്കൊപ്പമാണ് എന്നൊരു തോന്നൽ ഉണ്ടാകണ്ടേ? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും പലപ്പോഴും ഈ നിയമ സംവിധാനങ്ങളൊക്കെ ഇരകൾക്കൊപ്പം തന്നെയാണോ അതോ പ്രതികൾക്കൊപ്പമാണോ എന്ന ആശങ്ക നിലനിർത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, ഈ വിഷയത്തിൽ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇത് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഇഷ്യൂ അല്ല. ഇത് ഒരുപാട് കേസുകളുണ്ട്, അതിജീവിതകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിലും ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കൂടുതൽ പെൺകുട്ടികളുണ്ട്, പല വളരെ ഗുരുതരമായ കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു വിവരമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഇനിയും പുറത്തു വരേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഒരു ജനപ്രതിനിധി നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുന്ന ഒരു ജനപ്രതിനിധി ഇങ്ങനെയാണോ ആകേണ്ടത് എന്ന ചോദ്യം ഞാൻ ആദ്യമേ ചോദിച്ചിരുന്നു. ആ ചോദ്യമാണ് ഇനി ഇപ്പോഴും ചോദിക്കുന്നത്. എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി ആകേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പോൾ അതിജീവിതകൾ മുന്നോട്ട് വരികയാണ്. നേരത്തെ എം എ ഷഹനാസ് പറഞ്ഞതുപോലെ ഇപ്പോൾ സ്ത്രീകൾ ധൈര്യത്തോടെ മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അതിൽ വലിയൊരു സന്തോഷമുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ. അതായത് ഒരു ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടാൽ ജീവിതം അവസാനിച്ചു, ഒന്നും തുറന്നു പറയാൻ പാടില്ല, മിണ്ടാതെ ഇരുന്നോളണം എന്നുള്ള ആ കാലഘട്ടം മാറി വരികയാണ്. ഇപ്പൊ നമുക്ക് ആക്രമിക്കപ്പെട്ട നടിയുടെ കേസാണെങ്കിലും, ഇപ്പൊ സിസ്റ്റർ തുറന്ന് പറഞ്ഞതാണെങ്കിലും, ഈവൻ മുഖം പോലും കാണിച്ചുകൊണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ധൈര്യമായി വരുന്നു എന്നുള്ളത് വളരെ 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 സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകൾ ശക്തമായി തന്നെ ഒരു മുന്നേറ്റം സ്ത്രീകൾക്കിടയിൽ തന്നെ അത് വരുന്നുണ്ട്. ഞങ്ങൾ ആക്രമിക്കപ്പെടേണ്ടവരല്ല, ഞങ്ങളെ മിണ്ടാതിരുത്തിക്കേണ്ടവരല്ല എന്നുള്ളൊരു ചിന്ത സ്ത്രീകൾക്ക് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകളെ കുറച്ചും കൂടി ആ ഒരു അവർക്കുണ്ടാകുന്ന വിഷമതകൾ സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ കഴിയുന്ന രീതിയിലുള്ളൊരു സാമൂഹ്യ സാഹചര്യവും കൂടി നമ്മുടെ സമൂഹത്തിൽ ഉടലെടുക്കണം. നമ്മുടെ സമൂഹം പ്രബുദ്ധ സമൂഹം എന്ന് പറയുമ്പോഴും നമുക്ക് ഈ സൈബർ മേഖലയിലൊക്കെ അറിയാം എന്താണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം എന്നുള്ളത്. ഇപ്പോഴും വിവാഹിതയാണ് എന്ന പേരിൽ ഇപ്പോൾ വിവാഹിതയായ സ്ത്രീകൾ 2 ആയി, എന്നിട്ട് പോലും സ്ത്രീകളെ അസാസിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കുന്ന കുറെ മനുഷ്യരുണ്ട് എന്നുള്ളത് കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇയാളൊരു സാധാരണ പുരുഷനല്ല. സ്ത്രീയെയും പുരുഷനെയും തമ്മിൽ താരതമ്യപ്പെടുത്തി ഇവിടെ ചർച്ച ചെയ്യാൻ. ഈ വ്യക്തി ഒരു ജനപ്രതിനിധിയാണ്, ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാൾ, അതും ഒരു യുവ നേതാവ്, ഇങ്ങനെയാണോ ആകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിരിക്കുന്നത് ഈ യുവ നേതാവ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ജനപ്രതിനിധി തന്നെയാണെന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അപ്പോഴും സ്ത്രീകളെ ഇത് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ വലിയൊരു മാറ്റം വരണം. നിയമവ്യവസ്ഥയിൽ മാത്രമല്ല, നിയമവ്യവസ്ഥയിലും ഇത്തരത്തിലുള്ള ആശങ്കകൾ പെൺകുട്ടികൾക്കുണ്ട്. എന്നാൽ പോലും ഇതിനെല്ലാം മറികടന്നുകൊണ്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നത് അഭിനന്ദനാർഹമാണ്. ഈ സ്ത്രീകളോടെല്ലാം തന്നെ വലിയൊരു അഭിനന്ദനങ്ങൾ അറിയിക്കാനുണ്ട്. ഈ വിഷയത്തിൽ ഇനിയും അതിജീവിതകളുണ്ട്. നിങ്ങളും ധൈര്യത്തോടെ മുന്നോട്ട് വരണം, പേടിച്ചിരിക്കരുത്. നിങ്ങളുടെ ജസ്റ്റിസ് നിങ്ങൾ നേടിയെടുക്കണം എന്നാണ് പറയാനുള്ളത്. നിങ്ങളുടെ പോരാട്ടം നിങ്ങൾ തുടരണം. വീട്ടിലിരുന്ന് കരയേണ്ടവരല്ല. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, കരയേണ്ടത് വേട്ടക്കാരനാണ്. ഇരകൾ ചിരിച്ചുകൊണ്ട് ലോകത്തെ ഫേസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. അതിപ്പോൾ സാധിക്കുന്നു, അതിപ്പോൾ നടക്കുന്നു എന്നുള്ളത് ഞാനത് പറഞ്ഞതിന് ശേഷമാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ വിഷയവും സിസ്റ്ററിന്റെ വിഷയവും ഒക്കെ വരുന്നത്. അതിപ്പോൾ സംഭവിക്കുന്നു എന്ന് കാണുമ്പോൾ വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. ഇനിയും സ്ത്രീകൾ മുന്നോട്ട് വരണം. പ്രത്യേകിച്ചും സെലിബ്രിറ്റികളും പ്രശസ്തരും ആകുമ്പോൾ നമുക്കറിയാം, ഈയിടെ വന്ന കേസുകളിലെല്ലാം തന്നെ ജനങ്ങളുടെ ഇടയിലുള്ള മതിപ്പും പ്രശസ്തിയും എല്ലാം ദുരുപയോഗം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മതത്തിന്റെ പേരിൽ, പൗരോഹിത്യത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ സിനിമയുടെ പേരിൽ ഒക്കെ നിന്നുകൊണ്ട് സ്ത്രീകളെ ചൂഷണം ചെയ്യുക, ഞങ്ങൾക്ക് എന്തുമാകാം എന്ന് കരുതുന്ന ഒരു രീതിയിലേക്കാണ് ഇവർ പോകുന്നത്. അതിന് വലിയൊരു മാറ്റം ഉണ്ടാകണം. ഇനി ആരും തന്നെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ, ഏത് രീതിയിലാണെങ്കിൽ ചൂഷണങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട മേഖലയിലേക്ക് കടന്നു വരുന്നവർ ആ ഉത്തരവാദിത്തം ജനങ്ങളോട് പുലർത്തണം എന്ന്
തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ അതിജീവിതകൾ ഇനിയും ശക്തമായി മുന്നോട്ട് വരണം. ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും, അത് മറ്റുള്ളവർ ജസ്റ്റിസ് നേടുന്നു, അതിലൂടെ ഞങ്ങൾക്കും ജസ്റ്റിസ് കിട്ടുമെന്ന് ഓർത്തിരിക്കാതെ നിങ്ങളെല്ലാവരും ഒന്നിച്ചു പോരാടിയാൽ മാത്രമാണ് ഈ ഒരു വിഷയത്തെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. ഇങ്ങനെയെല്ലാം സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്, കളങ്കാവൽ മോഡൽ പ്രിഡേറ്റേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളത് തെളിയിക്കണമെങ്കിൽ ഓരോ പെൺകുട്ടിയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ധൈര്യത്തോടെ മുന്നോട്ട് വരണം. അത് തന്നെയാണ് ഇനി സംഭവിക്കേണ്ടത്. അത് സംഭവിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൽ വലിയൊരു സന്തോഷമുണ്ട്. അതുപോലെ ഈ മുന്നോട്ട് വന്ന 3 അതിജീവിതകൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഇരകളല്ല, നിങ്ങൾ പോരാളികളാണ് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. Debate with Smriti Parathikkad.